എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സിനിമ. ഓക്കെ, ഇപ്പം നിങ്ങൾ സിനിമയെ ജസ്റ്റ് ഒരു ടൈം പാസ്സായിട്ട് കാണുന്നതെങ്കിൽ ദയവായിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇതിൽ കോമഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫൈറ്റില്ല, കോമഡി ഇല്ല. കാന്ത ഒറ്റ വാക്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഈ സിനിമ ഏത് ടൈപ്പാണെന്ന് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾക്ക് ദുൽഖറിൻ്റെ അഭിനയം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം ദുൽഖറിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മകൻ തന്നെ അത്രേ പറയാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ള സിനിമയാണ് കാന്ത പ്രധാനമായിട്ടും പറയുന്നത്. ഈ സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തൊരു സിനിമ, അതായത് ഒരു നായകനും ഡയറക്ടറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് കാരണം കളഞ്ഞിട്ട് പോയൊരു സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു, അതേ നായകനും അതേ ഡയറക്ടറും വെച്ചിട്ട്. അങ്ങനെ പോകുന്ന സ്റ്റോറി. പിന്നീട് അവരുടെ ഇടയിൽ വരുന്ന മാറ്റങ്ങൾ, ഈഗോ ക്ലാഷുകൾ, അതാണ് ഇതിൽ പറയുന്നത്. തുടക്കം തൊട്ടേ പറയാലോ, മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് തുടക്കം തൊട്ടേ. നമുക്ക് ആ മൂഡ് പിടിച്ച് കറക്റ്റ്. ദുൽഖറിൻ്റെ ഇൻട്രോ ആണെങ്കിലും എല്ലാം വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ വാക്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇമോഷണലാണ്, ഡ്രാമയാണ്, ത്രില്ലിംഗ് ആണ്, സസ്പെൻസ് ഉണ്ട്, മിസ്റ്ററി പോലെ ഉണ്ട്, ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സിനിമയാണ്. പലപ്പോഴും നമുക്ക് ദുൽഖറിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ക്ലോസപ്പ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഈ സിനിമ ഒരു അത്ഭുതമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ദുൽഖർ എടുത്ത എഫേർട്ടിൻ്റെയും എല്ലാം ഒരു ഫലമാണ് ഈ സിനിമ. ക്ലൈമാക്സിനോട് ചേർന്ന് 2 ക്ലോസപ്പിൽ കുറച്ച് നീളത്തിൽ ഒറ്റ ഷോട്ടുകളുണ്ട്, അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ദുൽഖർ. ഒരു രക്ഷയില്ല, കിട്ടില്ലായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ണ് നനയിപ്പിക്കും ദുൽഖർ. അതായത് നമുക്കറിയാലോ മമ്മൂട്ടിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും അതേപോലെ ഒരു ഓറയൊക്കെ കറക്റ്റായിട്ട് ദുൽഖറിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഫേസ് ക്ലോസപ്പ് വയ്ക്കുമ്പോഴൊക്കെ നമുക്കത് ഫീലാവും, കറക്റ്റ് ആ സംഭവം പുള്ളിയുടെ ഉള്ളിൽ എന്താണോ അഭിനയം എന്താണോ അത് കറക്റ്റായിട്ട് നമുക്ക് ഫീലാവും. ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ഒരു ഫ്ലോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല സെക്കൻഡ് ഹാഫിൽ വരിക. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തായിരുന്നു, MKT എന്നുള്ള ആളുടെ ലൈഫ് ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എന്നൊക്കെ. അത് ആ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സിനിമയിൽ നടക്കുന്ന എല്ലാം ഡിഫറെൻ്റാണ്, നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് സിനിമയുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതിലെനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രക്കനിയും ദുൽഖറും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അത് ഈഗോ ക്ലാഷാണ്, ബട്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തന്നെ. സമുദ്രക്കനിയുടെ റേഞ്ച് ഓൾറെഡി അറിയാലോ, ആ റേഞ്ചിലേക്ക് ദുൽഖർ എത്തി, അതിൻ്റെ മുകളിലേക്ക് എത്തി എന്ന് തന്നെ വേണം പറയാൻ. അത്രയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും സിനിമ ഒരു മാജിക്കാണെന്ന് പറയുന്നത് ഈ സിനിമ ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതൊരു നിങ്ങളൊരു സിനിമയെ പൂർണ്ണമായിട്ടും അതിൻ്റെ സത്തോടുകൂടി ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോയി കാണുക. നല്ലൊരു സിനിമയാണ്. കഴിഞ്ഞ് റാണാതകൂതി വരുന്നുണ്ട്. പിന്നെ ഗ്രാഫ് വേറൊരു രീതിയിലേക്കാണ് പോവുക. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി നല്ല ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയാണെങ്കിലും പുള്ളി ചെയ്തു വെച്ചാണെങ്കിലും, അതേപോലെ നായികയുടെ ക്യാരക്ടറാണെങ്കിലും എല്ലാം നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. അറിയാലോ, പഴയ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല, റിയലിസ്റ്റിക് അല്ല. ഓക്കെ, ഡ്രാമയൊക്കെ കൂടി ചേർന്നിട്ടാണ് എല്ലാം വരുന്നത്. അതുപോലെ മുഖത്തെ ഭാവങ്ങൾ പെട്ടെന്ന് മാറുന്നതും ഇതെല്ലാം ദുൽഖറാണെങ്കിലും മറ്റെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ.